1 2 പൊട്ടിപ്പോയി വീടു ചേച്ചി പൊട്ടിപ്പോയി ഗ്രേസ് ചേച്ചി പൊട്ടിപ്പോയി അയ്യേ 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 എന്റെ പൊന്നി ഇങ്ങനെ നോണ പറയൂ അമ്മയിലിട്ടത് ചട്ടിയിലേക്ക് എണ്ണയിലേക്ക് ഇട്ടതാരാ എന്റെ പൊന്നു മോളെ നിനക്കെങ്കിലും അങ്ങനെ തോന്നിയില്ലോടി. അതെ ഇവിടെ സെറ്റപ്പ് സംഭാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കട്ടത്തൈരും വേപ്പലയും ഉള്ളിയും ഇഞ്ചിയും പിന്നെന്താ ഇഞ്ചി വീണ്ടും ചാച്ചിട് നല്ല അറിയണം. അപ്പൊ അങ്ങനെ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് കമല ചേച്ചി നല്ല സൂപ്പർ പായസം കൊണ്ടുവന്നത്. എന്ത് പായസടി? ഗോതമ്പ് മാത്രല്ല വേറെ എന്തുണ്ടെന്ന് പറഞ്ഞു. ഗോതമ്പും പരിപ്പും കൂടിയുള്ള സൂപ്പർ പായസാണ്. ഇന്ന് നമ്മുടെ രാജൻചാന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ രാജൻചാന്റെ ബർത്ത്ഡേ പ്രമാണിച്ചുള്ള പായസാണിത്. സൂപ്പർ പായസം. അപ്പൊ പായസവും മോരും കൂടി കുടിക്കാൻ പോണ മിടു. ഇനി ഞാൻ രണ്ടും മിക്സ് ചെയ്ത് കുടിക്കും. ആദ്യം പായസം കുടിച്ചു കഴിഞ്ഞിട്ട് ഇത് അമ്മയ്ക്ക് കൊടുത്തപ്പോ അമ്മ വേണ്ടാവുന്ന അമ്മ റിട്ടേൺ ചെയ്തു. അപ്പൊ ഇനി അതും അപ്പൊ ഞാൻ തന്നെ കുടിക്കണം ഇതൊക്കെ. അതെ ഇത് മുഴുവൻ ഞാൻ തന്നെ കുടിക്കണം. അടിപൊളിയല്ലേ? ഞങ്ങള് ഇങ്ങനെ തേങ്ങാപ്പാലിൽ വെക്കല് കുറവാ അല്ലേ? നമ്മളെപ്പോഴും ഈ സേമിയയും പിന്നെന്തിട്ടാ പശുമ്പാൽ ഒഴിക്കും. പശുമ്പാൽ വെച്ചിട്ടുണ്ടാക്കാറ്. ഇത് തേങ്ങാപ്പാലുണ്ടാക്കിയപ്പോ സൂപ്പർ ചൂടൻ പായസം. അതന്നെ സൈഡിൽ നല്ല കാറ്റ് തണല് അടിപൊളിയല്ലേ? തേങ്ങക്കൊത്താണോ കടിക്കണ? അടിപൊളിയല്ലേ? തേങ്ങക്കൊത്തുണ്ട്, കശുവണ്ടി ഉണ്ട്, എന്തൊക്കെയോ കടിക്കാൻ കൂടെ ഉണ്ട്. സംഭാരം ഇത് പായസം. സദ്യകൾക്കൊക്കെ പായസം കുടിച്ചിട്ട് സംഭാരം കുടിക്കൂല്ലേ? പിന്നെ സംഭാരം കുടിക്കാനുണ്ട്. പിന്നെ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് തന്നെ ചേച്ചിയും കൂടി ഇതിരിക്കാ. താങ്ക് യു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചില്ല. നീ കുടിച്ചോ, ധൈര്യമായിട്ട് കുടിച്ചോ. അവൻ അറിയണ് സ്റ്റീവേ ദേവന്നെ ശരിക്കും സൂപ്പർ ഉണ്ടോ? ഈ സദ്യയുടെ കൂടെ പായസം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അച്ചാറോ ഇഞ്ചിയും പുളിയോ അങ്ങനെയാണ് കഴിക്കാൻ തോന്നുന്നു. മോരല്ല തോന്നുന്നു, എന്തോ ഒരു സാധനം കഴിക്കുന്നായി. അപ്പൊ അതിശക്തയേറിയ വാശിയേറിയ പോരാട്ടമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. തോൽക്കാനായി രണ്ടുപേരും, ജയിക്കാനായി ഞാനും. സിക്സ് ഇട്ടാ ഒന്നിലേക്ക്. പക്ഷെ ഈ കളി എനിക്കറിയില്ല. എന്റെ ഇതില് ഏത് നമ്പർ ഇട്ടാലും കേറാം. ആണോ? ഇല്ലില്ല പോയി ഗ്രേസ് 97ലേക്ക് എത്തി. മിഡു ഇപ്പൊ കേറിയിട്ടുള്ളൂ, 3-ലെത്തിയിട്ടുള്ളൂ. ഞാൻ 10-ലെത്തിയിട്ടുണ്ട്. കള്ളക്കതിയല്ലേടി? 3 ഗ്രേസ് പിന്നെ പാമ്പ് കഴിക്കും. അതിശക്തമായ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. മിക്കവാറും ഗ്രേസിന് ഇപ്പൊ പാമ്പൂത്തി നിലത്തിടും. അങ്ങനെ ഗ്രേസിന് വണ്ട് വീണിരിക്കുകയാണ്. അത് സമ്മതിക്കില്ല. അന്നപ്പോ പോണ് വണ്ട് വീണു. ഗ്രേസിന് വണ്ട് വീണില്ലേ? ഇവിടെ അവിടെ അവിടെ വേഗം വന്നിരിക്കും. നേരില്ല, ഇവിടെ വന്നിരിക്കും. അവിടെ അല്ല ഞാനും ഇല്ല. ഗ്രേസ് വെക്ക്. പാമ്പ് കൊത്തി തന്നെ. നിന്നെയും കൊത്തിയ? എനിക്കിപ്പോ ഒരു 1 വീണാ ഞാൻ രക്ഷപ്പെടും. 6 1 2 3 4 5 6. അങ്ങനെ കളിയുടെ അവസാന ഘട്ടത്തിലായിരിക്കുന്നു. സണ്ണി അങ്ങനെ 98-ലെത്തിയിരിക്കുന്നു. പച്ചക്കരു അമ്മയും മോള് ഇവിടെ എപ്പോഴും തല്ലി പിടിച്ച് പാമ്പിന്റെ കടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ച് സമ്മതിക്കാതെ അമ്മ മോളും ഇങ്ങനെ തല്ലി പിടിക്കുന്നു. ഞാൻ 98-ലിരിക്കുന്നു. ഞാൻ ജയിക്കും. വിടോ? 1 ഒരു കുഞ്ഞക്കോണി കിട്ടി. ഇപ്പൊ കണ്ടോ ഒരു 2 വീഴുന്നത്. 2 6 ഒരു 2 6 2 മോളോട് ഇവിടെ ഇല്ല 2 2 2 1
പൊട്ടിപ്പോയി വീടു ചേച്ചി പൊട്ടിപ്പോയി ഗ്രേസ് ചേച്ചി പൊട്ടിപ്പോയി അയ്യേ 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 കളിക്ക് രണ്ടുപേരോടും കളിക്ക് മക്കള് കേറി പാമ്പിന്റെ വായിൽ പോയി തിന്ന് ഇങ്ങോട്ട് അപ്പൊ എന്തായാലും ഇനി നിങ്ങക്ക് കളി കാണേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഞാൻ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവരെന്തായാലും ഇന്ന് തീരില്ല കളി. ഞാൻ ജയിച്ചിരിക്കുന്നു. അപ്പൊ തോച്ചിരിക്കുന്നു. എന്റെ കുഞ്ഞു കാര്യങ്ങള ആരില്ല, എല്ലാരും തോക്കണം ഇടയ്ക്ക് ഓരോ കളിയിലൊക്കെ. അപ്പൊ മാക്സിമം ട്രൈ ചെയ്തു. അമ്മാമ്മയുടെ കൂടെ എല്ലാ ദിവസം കളിക്കും. എല്ലാ ദിവസം ഗ്രേസ് എല്ലാ ദിവസം ജയിക്കും. നമുക്ക് ഇടയ്ക്ക് തോൽവി വേണം. കളിക്കുമ്പോ തോക്കും. ഇപ്പൊ തോറ്റോണ്ടല്ലേ ഗ്രേസിന് മനസ്സിലായി തോക്കുന്നുള്ളത്. അപ്പൊ അടുത്ത കളി നമ്മൾ ജയിക്കണം. ഓക്കെ അറിയാലേ ഗ്രേസ് കളി എന്ന് പറയുമ്പോ അങ്ങനെയൊക്കെയാണ്. എന്നിട്ട് അപ്പ ജയിച്ചില്ലേ? അപ്പ ജയിച്ച ഗ്രേസ് ജയിച്ച പോലെയല്ലേ? അല്ലേ? എന്റെ കൊച്ചന് ജയിച്ചേട്ടാ. ഫസ്റ്റ് ആയത് എന്റെ കൊച്ചാണ്. അല്ല, അവളത് ആക്സെപ്റ്റ് ചെയ്തേ അല്ലേ? ഓക്കെ അല്ലേ? കൊച്ചന് ഫസ്റ്റ്, സെക്കൻഡ് അപ്പ, തേർഡ് അമ്മ. ബജിയോ? ബജി എന്നല്ല പറയാ ശരിക്കും. ബജി ഉണ്ടാക്കാനുള്ള മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിടുവിടെ സ്പെഷ്യൽ കാപ്പി ഉണ്ടാക്കുന്നു. അത് കുഴപ്പമൊന്നുമില്ല. എന്റെ പൊന്നു മോളെ, നിനക്കെങ്കിലും അങ്ങനെ തോന്നിയില്ലോടി. ഉണ്ടാക്കി തന്നോളട്ടാ. പാൽ ചായ ഉണ്ടാക്കി തരും. അപ്പക്ക് പാൽ ചായ ഉണ്ടാക്കി തരും. ഏട്ടാ എന്റെ കൊച്ചിന് എന്നോടുള്ള സ്നേഹം മുത്തുമണിയാണ്. മധുരം കുറച്ചിട്ടാ മേഡം. തോറ്റു തുന്നം പാടിയതല്ലേ, എന്തെങ്കിലുമൊക്കെ കൊടുക്ക. ഇല്ല, നീ ഫസ്റ്റ് ആണ്. എന്റെ തക്കര ഫസ്റ്റ് ആണ് കേട്ടാ. ഗ്രേസ് ഫസ്റ്റ്, സെക്കൻഡ് നീ, തേർഡ് ഞാൻ. തോൽവി ഏറ്റുവാങ്ങുന്നു ഇവിടെ എന്റെ കൊച്ചിന് വേണ്ടി. അല്ല ഗ്രേസ്? അവള് തോറ്റിട്ടില്ല. അവൾക്ക് വേണ്ടി ഞാൻ അവന്റെ സ്ഥാനം കൊടുക്കുന്നു. അല്ല ഗ്രേസേ? കൊച്ച അതിന് വേണ്ടി അപ്പക്ക് ചായ ഉണ്ടാക്കി തരും. ബജി ഉണ്ടാക്കി തരും. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന് കഴിയിട്ടൊന്നുമില്ലല്ലോ. കഴിയിട്ടൊന്നുമില്ല. എന്തായാലും പ്രശ്നമൊന്നും ഞാൻ ചോന്നോട് എടുക്കണ്ടോ? അല്ല, എന്ത് ചോന്നോട്? ചൂടുള്ള അമ്മ വാശിയായിട്ടേ അല്ലടി, ചോന്നോള് എടുക്കില്ലേ? അങ്ങനെയാണോ? എനിക്കറിയില്ല. അവളാണ് മൊത്തത്തിലുള്ള കുക്ക്. അതെ, മോള് രാവിലെ 4 മണിയാകുമ്പോൾ എണീറ്റോളൂ. എൻ്റെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ചോറും കറി ഉണ്ടാക്കുക, സ്നാക്സ് റെഡിയാക്കുക, ഒക്കെ റെഡിയാക്കി പാക്ക് ചെയ്യുക. അതിന് കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പേനമ്മേനെ വിളിക്കുക. ഓക്കെ? എരിവ് വേണം. ഇവറ്റക്ക് കൊടുക്കണത് മാത്രം എരിവ് കളഞ്ഞോ, ബാക്കിയൊക്കെ എരിവിന്നോട്ടെ. എടി എരിവില്ലെങ്കിൽ എന്തുറ്റ് ബജിയും വിടും. എരിവ് വേണം. എരിയണം. രണ്ട് കട്ടൻ ചായ നിന്റെ ഐഡിയ ചെയ്തു. ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അതല്ല, ചെറുതായിട്ടൊന്ന് അതിന്റെ ഒരു ഇത്, കാരണം അറിയില്ല ഇതിനെ പറ്റി അധികമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കോ? ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കോ? തിളച്ചു അതൊന്നും ഓഫായിട്ടില്ല. ചൂടുവെള്ളം ഗ്രേസ് മാറിക്കോട്ടാ. ഒന്ന് അതിന്റെ ഒരു ചൂട്. ഗ്രേസ് നീ തിളച്ച വെള്ളം മതി മതി മതി. ഒന്ന് ഇതാക്കിയെടുത്താ അതിന്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമുള്ള കുരു ഇല്ല. ഇങ്ങനെ പോകുമ്പോൾ കുരുള്ളൂ. 1-2 കുരുവൊക്കെ ഉള്ളു ഒരെണ്ണത്തില്. ഞാൻ ബജി എക്സ്പെർട്ടുകളൊന്നല്ല. നിങ്ങള് കമന്റ് ചെയ്യണേ. നല്ല മണം, ചൂട് മുളകിന്റെ മണം. കമന്റ് ചെയ്യണേ. ഗ്രേസ് ആണ് ഇന്നത്തെ ബജി ഷെഫ്. അപ്പൊ നിങ്ങള് ബജിയുടെ എക്സ്പെർട്ടുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്തോളൂ. എങ്ങനെയാണ് ബജി ഉണ്ടാക്കുന്ന ശരിയായ രീതി.
അല്ലെങ്കിൽ ഇവിടെ മിഡും ഗ്രേസും ഉണ്ടാക്കുന്ന മിഡും ഗ്രേസ് അല്ല ഗ്രേസ് ഉണ്ടാക്കുന്ന രീതി കറക്റ്റ് ആണോ ഒന്ന് കമന്റ് ചെയ്തോളൂട്ടാ. അതെ, ഗ്രേസിനെ കമന്റ് ചെയ്തോളൂ. എന്തായാലും ഞാൻ അതിനൊന്ന് വെള്ളത്തിൽ നിന്ന് എടുക്കണം. വെള്ളം ഫുള്ളായിട്ട് പോണ്ടേ, അല്ലെങ്കിൽ വെള്ളം കുടിക്കണല്ലേ വിടൂ. ഓ ചേട്ടൻ കുടിച്ചു, എനിക്ക് വേണ്ട. അതിനുള്ള എരിവുണ്ടാവില്ലല്ലോ. ആ ചേട്ടല്ലേ, ഈ മുളക് നമുക്ക് പോവാൻ പറ്റുമോ? പാവണിങ്ങൊക്കെ പോവാ. എന്തായാലും ഇതിന്റെ ഇതൊക്കെ പൂട്ടി ഫുൾ നനവ്. ഇനി ഉണക്കണോ? ഉണക്കൊന്നും വേണ്ട, ഭയങ്കര വെള്ളം ഇല്ലാണ്ടിരുന്നാ മതി. പൊടി ഇടാൻ പോവാണ് കേട്ടോ ഗ്രേസ്. ഇടട്ടെ? എന്തോരം ആണോ? അന്നേരം അപ്പൊ കടലമാവ് ഇടാം. മതി 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 ഞാനീ പിന്നിടാം. അപ്പൊ കടലമാവ് ഇട്ടു. എടി എല്ലാം കൊച്ചേർന്ന് പറഞ്ഞില്ലേ? ആ എടുത്തു കൊടുക്കണ്ടേ? ആ ഓക്കെ ഇട്ടോ. ആ ഓക്കെ ഓക്കെ നിക്കട്ടെ, ഇത് മതി. ഇനി നമുക്ക് ഇടമോണ്ടത് ഇതാ, ഇതെടു കായംപൊടി. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ബജ്ജിയില് കായംപൊടി ഇടുവോ? സാമ്പാറോ? അത്ര മതി. ഇതിന്റെ ജീരകം ഞാനിങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇടിയത് അവളൊന്ന് കോരിയിടണേ. ആ ഇതിന് എടുത്ത് കൊടുക്കണതാണ്, കൊച്ചാണ് ഇടണേ എന്നറിയ കേട്ടോ. കുഴപ്പമില്ല, ഇച്ചിരി കൂടെ ഇടാം. അമ്മ ഇട്ട് തരാം. ആ ഇട്ടോ. കുറച്ച് പെരുംജീരകം ഇട്ടിട്ടുണ്ട്. ആ കൊച്ചാണ് ഇടണേ, സമ്മതിച്ചു. ഇനി ഉപ്പും കൂടി ഇട്ടാൽ എല്ലാം റെഡി അല്ല ഗ്രേസ്? ഇട്ട് ഉപ്പ്. പകുതി പുറത്തേക്ക് പോകണ്ടല്ലോ. സാരില്ല, ഇച്ചിരി കൂടി ഇട്ടോ, ഇച്ചിരി കൂടി ഉപ്പിട്ടോ. ആ മതി 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 മതി. ഞാൻ മിക്സ് ചെയ്യും. മിക്സ് ചെയ്യുന്ന സാധനം മുകളില് ആ മുകളിലേക്കുണ്ട്. രണ്ടാമത്തെ ലെയറില് തട്ടിലിരിക്കണ്. ഞാനല്ല കഴിക്കും. ഒരു മിനിറ്റ് ഗ്രേസ്, രണ്ടിളക്കിളക്കിട്ട് അമ്മയ്ക്ക് തന്നെ കേട്ടാ. ക്ഷമിക്കാൻ ഇനി അമ്മ അപ്പൊ ഇങ്ങോട്ടും പറ്റിളക്കാനായിട്ട് അമ്മ ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഗ്രേസ് കൂടെ മിക്സ് ചെയ്യാം. ആ എന്നാ മിക്സ് ചെയ്യ. പിടിച്ച് പാത്രത്തുമ്പോ പിടിക്കേ ഇളക്കാണ്ട്. സ്പീഡ് മിക്സി ആയിട്ടാണ് മാറണം. ഇളക്ക് ഗ്രേസ് ഒരു മിക്സി ആവട്ടെ. മതി മതി മിക്സ് ആയിന്നോണ കറക്റ്റ് ആയിട്ട്. മതിയായി കറക്റ്റ് ആയിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഗ്രേസും ആണ് മിക്സ് ചെയ്തത്. എന്റെ സൂത്രങ്ങളൊക്കെ കൊച്ചിന് മനസ്സിലാവും അല്ല ഗ്രേസ്? ഇത് മാവ് കുറഞ്ഞു പോയോന്ന് വേഗം മുക്കി ഉറക്കാൻ ഇതെടുത്താ മതി. 2-3 അതിലെങ്ങനെയാണ് നീട്ടത്തിലുള്ള എന്തോരാണ് ഒഴിക്കണ്ടല്ലോ, ശരിക്കും മുക്കി പൊരിക്കുന്നതാണ്. പരന്ന പാത്രത്തിലല്ലടാ മുക്കി പൊരിയാ. പരമത്തിനും കുറെ എണ്ണ ഒഴിക്കണ്ട, ആകെ ഇത്രയല്ലേ ഉള്ളൂ. എന്തായാലും നമ്മള് യൂസ് ചെയ്യില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇതോരണത്തിന് നീ നീട്ടത്തിലിടുമ്പോ അതിന്റെ 2 സൈഡും പൊന്തിക്കൂലേ? അത് ശരിയാ. അപ്പൊ വേറെ പാത്രം ഇല്ല. അതെങ്ങനെ മനസ്സിലായി? ഒന്ന് പറഞ്ഞുതരോ എങ്ങനെയാന്ന് അമ്മക്ക്? അമ്മീടും അങ്ങനെ നമ്മളെ പാനിപൂരി ഉണ്ടാക്കുന്ന പാത്രം മാറ്റിയിട്ടുണ്ട്. പാനിപൂരില്ല, അതെ ശരിക്കും പറഞ്ഞാൽ ഇത് മുക്കി വറക്കണം. പാനിപൂരി അല്ല, ബജ്ജി ഉണ്ടാക്കുന്ന പാത്രം മുക്കി വറക്കണല്ലോ. പക്ഷെ അതിനുള്ള എണ്ണ നമ്മൾ വെച്ച് അങ്ങനെ വറക്കണില്ല. ഒരു മിനിറ്റ് അമ്മ തന്നെ പറയട്ടെ, എന്നിട്ട് പറയാം. സമ്മതിക്കില്ല മോളെ, അവള് പറഞ്ഞ കേക്ക് നീ കുഞ്ഞിതായിട്ട് സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് അതില് കുക്കീസിൽ ചോക്ലേറ്റ് ഇടണം. എന്നിട്ട് ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയൂ. ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ആന്റിമാർക്കും ഓവനില് വെക്കണം. എന്നോട് പറയണം. ഓവനില് എന്നിട്ട് കുറച്ചാണ് കൈകൊണ്ട് എടുക്കുക. അത്രേ ഉള്ളൂ. സോ സിമ്പിൾ. എന്നിട്ട് കഴിക്കണം. ഓക്കെ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം ഗ്രേസ് ആണ്. ആർക്കെങ്കിലും ഉണ്ടാകാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഗ്രേസ് അണ്ണി. എന്തല്ലേ മുമ്പ് ഗ്രേസിന് പണ്ടത്തെ വീഡിയോ ഗ്രേസിനോട് കൊണ്ടിരുത്തുന്നത്. ഞാൻ പഴയ വീഡിയോ കഴിഞ്ഞ ദിവസം അക്കൗണ്ട് വീഡിയോയിലായിട്ട് നോക്കിയിരുന്നു, ലൈവ് ചെയ്തൊക്കെ നമ്മള്. കുഞ്ഞ് ഗ്രേസ്. അപ്പൊ ഇനി നമ്മൾ തുടങ്ങല്ലേ?
ഭയങ്കരമായിട്ട് ഗ്രേസ ഈ നീങ്ങി നിൽക്കുക, ഈ മേത്തേക്ക് തെറിക്കും. മുക്കിപ്പൊരിക്കണില്ല കാരണം അതിന്റെ ഉള്ളിലേക്ക് ആവട്ടെ. ഉള്ളിലേക്ക് ഇല്ല ഇനി തെറിക്കും. തെറിക്കും വേണ്ട, അത് അമ്മ ചെയ്തോളാം. ഞാൻ എരിവല്ലേ കൈമിയാവില്ലേ ഗ്രേസിന്റെ? അതല്ല ഗ്രേസ്, അത് അമ്മ ചെയ്തോളാം. ഇതിലേക്ക് ഇടാം അല്ലേ? അല്ലടി മറ്റേ ഉള്ളിലേക്ക് ശരിക്കും മാവ് കയറട്ടെ. മാവ് കയറൂലേ? മുക്കി ഇങ്ങനെ എടുത്തിങ്ങനെ ഇളക്ക്. ലൂസ് കൂടിപ്പോയോ? ഇല്ലല്ലേ? ഏത് മാവിനാ? ഇല്ല അല്ലേ? എനിക്കറിയില്ല. നമ്മള് കടയിന്നൊക്കെ ഇങ്ങനെ കിട്ടുമ്പോ ഇതിങ്ങനെ മുങ്ങി നിൽക്കും. പിന്നെ അത് നമ്മുടെ മറ്റേ സോഡ പൊടി ഇടുന്നതായിട്ട് നല്ലൊരു വീറും അത് വരുള്ളൂ. പിന്നെ ഇത് മുക്കി വറക്കണം. എണ്ണ ചൂട് എനിക്ക് പൊടി കുറച്ച് ഇതായി പോയി, ലൂസായി പോയി. ആണോ? ആ അത് പച്ചമുളക് തന്നെ പോലെ ഇരിക്കണേ. ചുട് പൊടി ഇട്ടല്ലെന്നോ? പൊടി ഇടുന്ന നന്നായിരിക്കും എനിക്ക് തോന്നണം. ഇതേ മുക്കി വറക്കണം ശരിക്കും. ഒഴിക്കാതെ എണ്ണ. ഓ ഈ സാധനം മൊത്തത്തില് എണ്ണയിൽ മുങ്ങി കിടക്കണം അല്ലേ? അന്ന് ഇച്ചിരി എണ്ണ ഒഴിക്കണോ? എണ്ണ ഒഴിച്ചില്ല വെക്കണില്ല, മാവ് ചൂടിടുന്നു. കാരണം അതിപ്പോ ആ സെയിം ഷേപ്പിൽ തന്നെ കിടക്കണം. ഇതിൽ ഉപ്പൊന്നും ഇടണ്ടേ? ഇട്ടല്ലോ. അല്ല ഇനി അതിലേട്ടാ സോഡാപ്പൊടി വേണ്ട വേണ്ട, കൈ കൊണ്ട് മിക്സ് ചെയ്തോ. സോഡാപ്പൊടി ഇടുന്നേ വേണ്ട ഗ്രേസ്, കൊറേ ലേറ്റ് ആവും നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോ. സോഡാപ്പൊടി ഇടുന്നേ വീർക്കൂലോ മാവ്. ഇത് ഗ്രേസ് തന്നെ എല്ലാം ഉണ്ടാക്കിയ മാവ് കുഴച്ചതാരാ, പൊടി ഇട്ടതാരാ, മിക്സ് ഉണ്ടാക്കണ ആളാണ്, കുക്ക് ചെയ്യണ. ഇത് ശരി കുഴപ്പമില്ല, നമുക്കിപ്പോ എങ്ങനെ എന്തായാലും ഇതാ ഇത് ഉള്ളിലേക്ക് ആവണ്ടേ? 2 ട്രിപ്പിനപ്പോ തീരും. നമ്മുടെ കാപ്പി അങ്ങനെ ചൂടാറും. അപ്പൊ നിങ്ങൾ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഞാൻ അമ്മയ്ക്ക് കാപ്പി കൊണ്ട് കൊടുത്തോട്ടെ? അമ്മയ്ക്ക് ബജിയും കൂടിയും കൂട്ടി കൊടുത്തോളാം. പിന്നെ കൊണ്ട് കൊടുക്കാം. ഞാൻ കുടിച്ചോട്ടുണ്ട്. കുടിച്ചു. അപ്പൊ ഞാൻ അമ്മയ്ക്കുള്ള കാപ്പി കൊണ്ട് കൊടുക്കട്ടെ. എന്തെങ്കിലും കാപ്പി കുടിക്കട്ടെ. ആ അമ്മയുടെ ധ്യാനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഫ്രൈ ആയി പോയി. നമ്മൾ വർത്താനം പറഞ്ഞ് ചെയ്തില്ലേ? കരിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ചെറുതായിട്ട് മരിഞ്ഞു കരിഞ്ഞോ എന്നൊക്കെ വിഷയം. അതാ മറ്റേ എണ്ണ മുക്കി വറക്കാത്ത എനിക്ക് ഉണ്ട് കേട്ടോ. ലാഭം നോക്കി നഷ്ടമായെന്ന് സംശയം. ഇത് ഒഴിക്കണ്ടേ? ഒഴിക്കണം. അത് ഈ പാത്രം അതല്ല സോഡ പൊടി ഉണ്ടായല്ല മറ്റേ വീർക്കുള്ളൂ. ഈ സാധനം പെർഫെക്റ്റ് ആയിട്ടാ. മറ്റേത് ശരിയാ, മറ്റേത് അങ്ങനെ പൊന്തി വളഞ്ഞ എന്തൊക്കെയാണ്. അതങ്ങനെ അടി പിടിച്ച് ഇത് എടുക്കാൻ വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എടുക്കാവുന്നു. അതിനൊരു സൈഡ് വേവട്ടെ. ആരുണ്ടാക്കിയേ? എന്റെ പോറ്റേ, നീയാണോ ഉണ്ടാക്കിയേ? എപ്പോ? ഞാൻ കണ്ടില്ലല്ലോ നീ ഉണ്ടാക്കണേ. നീ ഒരു ഇച്ചിരി മാവ് ഒഴിക്കല്ലേ ഏതുള്ളൂ? പിന്നെ നുണ പറയരുത്. ആരാണ് അത് ചട്ടിയിലേക്ക് ഇട്ടത്? എന്റെ പൊന്ന്, ഇങ്ങനെ നുണ പറയൂ? അമ്മയല്ലേ ഇട്ടത്? ചട്ടിയിലേക്ക് എണ്ണയിലേക്ക് ഇട്ടത് ആരാ? ഭയങ്കരി അങ്ങനൊന്നും പറയരുതിട്ടാ. ഗ്രേസ് അല്ലിട്ട് അമ്മയല്ലേ ഇട്ടേ? അമ്മയെടുത്ത് പറ. അന്ന ഗ്രേസ് ആണ് കുക്ക് ചെയ്തേട്ടാ. എന്തൊരു സൂത്രാന്ന് നോക്ക്. അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കായിരുന്നു. ഒരു പാത്രം ഇട്ടിട്ട് നല്ല ചൂടാണ്, പാത്രത്തിൽ ഇട്ട് കൊടുക്കണേ. ഇതാണ് നമ്മുടെ മുളക് ബജി. ഞങ്ങളുടെ എന്താ ഗ്രേസേ? ആ ബജി ചട്നിയോട് കഴിക്കാല്ലേ? അടുത്ത പ്രാവശ്യം ഞങ്ങള് സൂപ്പറായിട്ട് ഉണ്ടാക്കും. മുളകല്ല ശരിക്കും, മുളക് തന്നെയാണ്. ശരിക്കുള്ള മുളകാണോ? ആ ബജി മുളക് എന്നാണ് പേര്. എനിക്കൊരു പാത്രം എടുത്ത് തരുമോ അമ്മയ്ക്ക് കൊടുക്കാനുള്ള? അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കോ? എനിക്ക് നിക്ക്. ഞാനുണ്ടാക്കിയെന്ന് പറയല്ലേ? അമ്മാമ്മ അവിടെ TV വെച്ചേക്കണം. ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവായിരുന്നു. നല്ല രസം ഉണ്ടാവൂല. ഇവിടെ വലിയ ബജിയുള്ള ഇതെങ്ങനെ നീ പഠിച്ചേ?
അടിപൊളിയായിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ. നല്ല ഭംഗി. ആ, കഴിക്കാം. കഴിച്ചിട്ട് അഭിപ്രായം പറ. ചൂടുണ്ടടി, അതൊന്ന് ഗ്രേസ് ഒന്ന് കഴിച്ച് കാണിച്ചു കൊടുത്തേ. അവളുണ്ടാക്കിയിട്ട് അവള് കഴിക്കില്ല. ശരിയല്ലേ? അല്ല ഉമ്മ കഴിച്ചോളാട്ടാ. കഴിക്കേ എന്നിട്ടാണ് അവൻ കഴിക്കുക. അതെ. നല്ല ചൂടുണ്ട്. അത് കഴിക്കാൻ പറ്റില്ല, നല്ല ചൂടുണ്ട്. കൈ കഴിച്ചാൽ മതി. ഓ തിളച്ച് ചൂടാ. എന്തോ സന്തോഷം. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. സൂപ്പറായിന്ന്. സന്തോഷായി. അപ്പൊ അമ്മ ഇനി ധ്യാനം കാണ്. സൗണ്ട് വെച്ചോ. അപ്പൊ ഈ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള മിച്ചർ ഏതാന്നറിയോ? ഏതാ? ഇതിവിടെ ബോംബെ മിച്ചർ. ഇത് ബോംബെ മിച്ചർ. എനിക്ക് വലുത് ഇഷ്ടമല്ല. ഇതാണ് ഇഷ്ടം. യെല്ലോ ഇഷ്ടം. കഴിക്കും കഴിക്കും. കഴിച്ചോ കഴിച്ചോ, നീ കഴിച്ചോ. നോർമൽ. സൂപ്പർ ആണല്ലേ? കൊള്ളാം. എരിവില്ല. കഴിച്ചത് അതിൽ വെച്ചോണ്ട് പോലെ. പിടിക്കാൻ കയ്യില്ലാത്തോണ്ട് അമ്മ മാത്രല്ല കഴിക്കുന്നുള്ളൂ കേട്ടോ. നല്ല ചൂട്. ഹാ. ഇപ്പൊ എന്തായാലും സൂപ്പർ ട്ടാ. സൂപ്പർ. ഗ്രേസ് ഒന്ന് കഴിച്ചു നോക്ക്. എരിവില്ല ഗ്രേസ്. ചമ്മന്തിണ്ടാകാനാണ്. കോമ്പിനേഷൻ ഞാൻ മന്തിയാ. ഗ്രേസോ, ഗ്രേസിന്റെ ഇന്നലത്തെ ഡാൻസ് കണ്ടിട്ടേ കുറെ പേര് പറഞ്ഞു സൂപ്പർ ആയിട്ടുണ്ട് ഗ്രേസ്. അടിപൊളിയായിട്ട് കളിച്ചു. ഗുഡ് ഗേൾ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരോട് പറയാനുള്ളേ? താങ്ക് യു ആന്റീസ്, താങ്ക് യു അച്ചാച്ച. നാണോ എന്റെ ഗ്രേസിന്. അങ്കിൾസ്, ചേച്ചിമാരും ഉണ്ടാവും ചിലപ്പോ, ചേട്ടന്മാരും ഉണ്ടാവും, അനിയന്മാരും ഉണ്ടാവും, അനിയത്തിമാരും ഉണ്ടാവും. എല്ലാവരും. അപ്പൊ എല്ലാവർക്കും താങ്ക് യു പറ. താങ്ക് യു, താങ്ക് യു. പിന്നെയുണ്ട് അടിപൊളി. പക്ഷെ ആക്ച്വലി എന്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ലിസ്റ്റില്ലാത്ത സാധനം എന്നൊക്കെ എന്താ? ബജ്ജി, പിന്നെ ഉഴുന്നുവട, അങ്ങനത്തെ കുറച്ച് സാധനമില്ലേ, അതിൽ പെട്ട സാധനം. പക്ഷെ നല്ലതാണ് ചേട്ടാ മുളക്. കടലമാവ്, എനിക്ക് കടലമാവാണ് ഇഷ്ടമുള്ളത്. ഉഴുന്നില് കടലമാവല്ല, ഉഴുന്നാണ്. ഉഴുന്നുവടയിൽ ഉഴുന്നാണ്. ചേട്ടന് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. ഇത് എങ്ങനെയുണ്ട്? ചമ്മന്തി വേണമായിരുന്നു. ശരിയാ. അപ്പൊ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. സ്റ്റീവ് ഇപ്പൊ നല്ല ഉറക്കാം. സ്റ്റീവ് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ബാക്കി വിശേഷം കരുത്തേക്കാണ്. അമ്മ സൂപ്പറാണോ? പിന്നല്ല, അടിപൊളി. ബൈ ബൈ. ബൈ ബൈ പറഞ്ഞ ഗ്രേസ്. ബൈ. ഞാൻ ഉണ്ടാക്കിയ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. ബൈ ബൈ.